ഫ്രണ്ട്സ് എല്ലാവർക്കും ആൻസീസ് കുക്കറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ചിക്കൻ വെച്ച് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ. നമ്മുടേതായ ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ പെരി പെരി ആൽഫാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഇടികല്ലോ അതല്ലെങ്കിൽ ഇങ്ങനെ കത്തി വെച്ചിട്ടോ ഒന്ന് നന്നായി വരഞ്ഞ് ഒന്ന് ഇടിച്ച് ഒന്ന് ഇതാക്കി കൊടുക്കുക. അതിനുശേഷം ഒരു മിക്സി ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, സവാള ഇതെല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് പുതിനയിലയും മല്ലിയിലയും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാലയും ചിക്കൻ മസാല ഇടും. പെരിഞ്ജീരകവും നല്ല ജീരകവും 1/4 ടീസ്പൂണോളം എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക്, നിങ്ങൾക്ക് മുഴുവൻ കുരുമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൊടിയായാലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തൈരും കൂടെ ചേർത്തതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒന്നും കൂടെ നമ്മളൊന്ന് മിക്സിയിൽ ചേർന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതിലേക്ക് നമ്മുടെ ഈ മസാല കൂട്ടൊന്ന് പുരട്ടി ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് ഓവനിലാണ് വെച്ച് ചെയ്തെടുക്കുന്നത്. ഓരോ 25 മിനിറ്റ് കഴിയുമ്പോഴും നമ്മൾ ചിക്കൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നമ്മുടെ കുത്തുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ വെന്ത് വന്നിട്ടുള്ള ചിക്കനിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1 മിനിറ്റും കൂടെ ഓവനിലൊന്ന് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് അതിന്റെ മസാല അതുപോലെ ടൊമാറ്റോ സോസൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായി ഡ്രൈ ആയിരുന്ന ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആയി വരും കൂടെ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പെരി പെരി ആൽഫാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു സിമ്പിൾ റെസിപ്പീസുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.